وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ നാട്ടിൽ തൗഹീദ് കേട്ട് പഠിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് പരിചിതമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അൽഹംദുലില്ലാഹ്, തൗഹീദ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന അതിമഹത്തായ സൗഭാഗ്യമാണ്. അത് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ, ഭൗതികമായി ഒരുപാട് പഠിച്ചിട്ടുള്ള ആളുകൾ, തഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ പുറമോടുകൾ അറിഞ്ഞിട്ടുള്ള ജനങ്ങൾ, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും മഹത്തായ എന്നാൽ ഏറ്റവും ലളിതമായ സത്യം മനസ്സിലാക്കാത്ത ആളുകൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ അല്ലാതെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുകയുമില്ല. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോടല്ലാതെ ഒരാളോടും ഞങ്ങൾ സഹായം തേടുകയില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ തഫ്സീർ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്. وقوله إياك نعبد وإياك نستعين أي نخصك وحدك بالعبادة والاستعانة. അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രമാക്കുന്നു, നിനക്ക് വേണ്ടിയുള്ളത് മാത്രമാക്കുന്നു ഇബാദത്തും ഇസ്തിആനത്തും, ആരാധനയും സഹായം തേടലും. لأن تقديم المعمول يفيد الحصر. لأن تقديم المعمول يفيد الحصر. ഈ ആയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇയ്യാക നഅ്ബുദു എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഇയ്യാക നസ്തഈൻ എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സാധാരണ പറയാറുള്ളത് നഅ്ബുദു ഇയ്യാക നസ്തഈനു ഇയ്യാക എന്നാണ് സാധാരണ നിലക്ക് പൊതുവെയുള്ള പ്രയോഗം. അങ്ങനെ പറഞ്ഞാൽ പക്ഷെ എന്താ അർത്ഥം കിട്ടുള്ളൂ? നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക ആദ്യം പറഞ്ഞതോടുകൂടി ഇബാദത്തിന് മുമ്പേയും ഇസ്തിആനത്തിന് മുമ്പേയും ആദ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതോടുകൂടി അർത്ഥം എന്ത് കിട്ടി? ഹസർ. ഹസർ എന്ന് പറഞ്ഞാൽ മാത്രമാക്കുന്ന അർത്ഥം കിട്ടി. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നർത്ഥം കിട്ടാനുള്ള കാരണം എന്താ? ഇയ്യാക ആദ്യം പറഞ്ഞു, ഇയ്യാക ആദ്യം പറഞ്ഞത് കാരണത്താൽ. അത് ആരെപ്പറ്റിയാണോ ആരോടാണോ പറയുന്നത് അവര് മാത്രം, വേറെ ആർക്കുമില്ല എന്നർത്ഥം അപ്പോൾ വരുന്നു. ഇത് ഇങ്ങനെ പറയും പോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, നീ അല്ലാത്ത ആരോടും ഞങ്ങൾ സഹായം തേടുന്നില്ല. وقدم العبادة على الاستعانة من باب تقديم العام على الخاص. എന്തുകൊണ്ട് ഇബാദത്ത് ആദ്യം പറഞ്ഞു, ഇസ്തിആനത്ത് രണ്ടാമത് പറഞ്ഞു? ഇസ്തിആനത്ത് ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ്, ഇസ്തിആനത്ത് ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ്. സഹായാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഒരു ഭാഗം തന്നെ. പക്ഷേ ഒരു പ്രയോഗമാണ് ആം ആദ്യം പറയുക, പൊതുവായ ആദ്യം പറയുക, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു. പിന്നെ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയുക, ആം ആദ്യം പറയുക, എന്നിട്ട് ഖാസ് പറയുക. പരിശുദ്ധ ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങൾ ആ നിലക്കുള്ള പ്രയോഗത്തിന് കാണുവാൻ സാധിക്കും. ആമ്മായത് ആദ്യം പറയുക, പിന്നെ അതിൽപ്പെട്ട ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുക. മാത്രമല്ല
അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള അവകാശം എടുത്തു പറയുക. അള്ളാഹുവിന് അവന്റെ പടപ്പുകളിലുള്ള അവകാശമാണെന്ത്? അവനെ മാത്രം അവരാരാധിക്കാനല്ല, പടപ്പുകൾക്ക് അവനോടുള്ള ബാധ്യതയാണത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. വൽഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഅമാൽ വൽ അഖ്വാൽ അൽ-ളാഹിറ വൽ ബാത്തിന. ഇബാദത്തെ ശരിക്കും പഠിച്ചു വെക്കണം. ഇബാദത്ത് എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഅമാൽ വൽ അഖ്വാൽ അൽ-ളാഹിറ വൽ ബാത്തിന. ഇസ്മുൻ ജാമിഉൻ لكل ما يحبه الله ويرضاه من الأعمال والأقوال والأعمال الظاهرة والباطنة. اسم جامع പൊതുവായ ഒരു പേരാണ്, ഉൾക്കൊള്ളുന്ന പേരാണ്. لكل ما يحبه الله ويرضاه, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാം, അള്ളാഹു തൃപ്തിപ്പെടുന്ന എല്ലാം. മിനൽ അഖ്വാലി വൽ അഅമാൽ, വാക്കുകളും പ്രവൃത്തികളും. അല്ലാഹിറ വൽ ബാത്തിന, ഉള്ളിലുള്ളതും പുറമേക്ക് കാണുന്നതും. ഖൽബിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ പുറമേക്ക് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന പേരാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്തിആന, ഇസ്തിആന എന്ന് പറഞ്ഞാൽ എന്താ? സഹായം തേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയൽ ഇഅ്തിമാദു അലല്ലാഹി തആല في جلب المنافع ودفع المضار مع الثقة به في تحصيل ذلك. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ ഇഅ്തിമാദ് അലല്ലാഹ്, അല്ലാഹുവിൽ അവലംബവർത്തിക്കലാണ്. അല്ലാഹുവിൽ അവലംബിക്കലാണ്. ഫീ ജൽബിൽ മനാഫിഅ, ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടാൻ, വേണ്ട കാര്യങ്ങൾ കിട്ടാനും, വദഫഇൽ മുദാർ, ഉപദ്രവകരമായ കാര്യങ്ങൾ തടയുവാനും വേണ്ടി അല്ലാഹുവിൽ അവലംബിക്കലാണ്. അള്ളാഹുവിൽ നിന്ന് അത് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടെ. والقيام بعبادة الله والاستعانة به هو الوسيلة للسعادة الأبدية. إمام سعد رحمه الله പറയുകയാണ്, والقيام بعبادة الله والاستعانة به, അള്ളാഹുവെ ആരാധിക്കലും അതുപോലെ അള്ളാഹുവിനോട് സഹായം തേടലും, ഈ രണ്ടിലും നിലകൊള്ളലാണ് അൽ വസീലത്തുൽ സഅദത്തിൽ അബദിയ, എന്നേക്കുമായുള്ള ശാശ്വതമായ സൗഭാഗ്യം നേടുവാനുള്ള മാർഗം. എന്താണ്? അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അവനോട് ഏതൊരു കാര്യത്തിനും സഹായം തേടുക. നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അതിനു പോലും അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കാത്തവർ അള്ളാഹുവിന് ക്രോധമാണ്. അല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ആര് ചോദിക്കുന്നില്ലയോ അവരോട് അവൻ കോപിക്കുന്നു. പടപ്പുകൾ നേരെ തിരിച്ചാണ്. ഒരു പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. വീണ്ടും ചോദിച്ചാൽ ചിലപ്പോൾ തന്നേക്കും. വീണ്ടും ചോദിച്ചാൽ പടപ്പുകൾ കലവക്കരം ഉണ്ടാക്കും. എന്റെ നിങ്ങളുടെ സ്ഥിതി അതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ആരാണ് കൂടുതൽ ചോദിക്കുന്നത് അവരാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. റബ്ബി ലൗലാ ദുആഉക്കും, പറയൂ നബിയെ, നിങ്ങൾക്ക് എന്റെ റബ്ബ് എന്ത് പരിഗണന തരാനാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, വേറെ എന്ത് വേണം? ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് എന്റെ ആരാധനയിൽ നിന്ന് ആര് കിബർ നടിക്കുന്നുവോ, ഒരേ ആയത്തിൽ അള്ളാഹു ആദ്യം ദുആ എന്നും പിന്നെ ഇബാദത്തെന്നും പറഞ്ഞു, അവർ നിന്നരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിന്റെ ആരാധനയിൽ നിന്ന് കിബർ നടിച്ചു മാറി നിൽക്കുന്ന ആളുകൾ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹുവിന് അവനോട് ചോദിക്കുന്നവരോട് ഇഷ്ടമാണ്, അവനോട് ചോദിക്കാത്തവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഒരാളും അയാളുടെ തിന്മകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുതെന്ന്
സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട താബിഈകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യംനഅന്ന അഹദക്കും ഫീമാ അലിമ മിൻ നഫ്സിഹി, നിങ്ങൾ ആരെയും തടയാതിരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള അറിവ് നിങ്ങളിൽ ഒരാളെയും തടയാതിരിക്കട്ടെ. എന്തിൽ നിന്ന്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്. ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കരുത്. എന്താണ് കാരണം? لأن الله تعالى قد أجاب شر خلقه إبليس إذ قال رب أنظرني إلى يوم يبعثون. കാരണം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഷർറായ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശം ഇബ്ലീസ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ പോലും അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്, റബ്ബി അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, റബ്ബേ നീ എനിക്ക് സമയം നീട്ടിത്തരണേ. ഖാല ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് സമയം നീട്ടപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. ഇബ്ലീസിനേക്കാളും ഷർറായ ഒരാളും പടപ്പുകളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അവനാണ് ഏറ്റവും ഷർ. അവര് പോലും അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ പാപത്തെ ഓർത്ത് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുത്, അള്ളാഹുവിനോട് ചോദിക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ, പറയൂ നബി, ആരോടാണ് പറയേണ്ടത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, എന്റെ അടിമകളോട് പറയുക. എങ്ങനെയുള്ള അടിമകൾ? സ്വന്തത്തോട് അതിക്രമം ചെയ്തിട്ടുള്ള അടിമകൾ, പാടുകളായ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുന്നത് രാസക്കനത്തിന്റെ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചോ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് ഒരിക്കലും. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാണ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. വന്നജാത്തു മിൻ ജമീഇ ശുറൂർ, ഇതിലാണ് അള്ളാഹുവിന്റെ ഇബാദത്തിനും ഇസ്തിആനത്തിനും കഴിഞ്ഞുകൂടുന്നതിലാണ് ഉള്ളത് അന്നജാത്ത്, രക്ഷയുള്ളത്. മിൻ ജമീഇ ശുറൂർ, എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ശർറിൽ നിന്നും, എല്ലാ കെടുതികളിൽ നിന്നും രക്ഷയിലാണുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് സഹായം തേടുക എന്നതിലാണുള്ളത്. ഫലാ സബീല ഇലൻ നജാത്തി ഇല്ലാ ബിൽ ഖിയാമി ബിഹിമാ, നജാത്ത് രക്ഷയിലേക്കുള്ള രക്ഷാമാർഗം ഇതല്ലാതെ വേറെ ഒന്നുമില്ല. وإنما تكون العبادة عبادة إذا كانت مأخوذة عن رسول الله صلى الله عليه وسلم مقصودا بها وجه الله. ഇബാദത്ത് ആകുന്നത് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയാൽ മാത്രമാണ്. പിന്നെയോ മഖ്സൂദൻ ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്താലാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്താൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം ചെയ്താലേ ഇബാദത്താവുകയുള്ളൂ. ഒന്നിനുപോലെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം, അല്ലാത്തത് പുറത്താണ്. من عمل عملا ليس عليه أمرنا فهو رد من أحدث في أمرنا هذا ما ليس منه فهو رد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ ഇസ്ലാമിന്റെ രണ്ട് സ്തംഭങ്ങൾ പ്രഖ്യാപിക്കുന്ന രണ്ട് ഹദീസുകളുണ്ട്, അതിലൊന്നാണ് ഇതെന്ന് പറഞ്ഞു. എന്താണ് ഒന്നാമത്തേത്? സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى فمن كانت هجرته إلى دنيا يصيبها فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസഹുൽ കിതാബ് ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബ് എന്ന് പുകഴ്പെറ്റ സഹീഹുൽ ബുഖാരി രചിച്ചപ്പോൾ ആയിരക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ ഒന്നാമതായി കൊടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ അത് എന്തിനു വേണ്ടി ചെയ്യുന്നുവോ, എന്തുദ്ദേശത്തിൽ ചെയ്യുന്നോ, എന്ത് നിയ്യത്താക്കി ചെയ്യുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى, ഓരോ മനുഷ്യനും അവന്റെ നിയ്യത്ത് എന്താണോ, എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ആ ലക്ഷ്യമല്ലാതെ വേറൊന്നും കിട്ടുകയില്ല. ഫമൻ കാനത് ഹിജ്റതുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആദ്യത്തെ പറഞ്ഞെന്താ? ഹിജ്റയാണ്. നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. എല്ലാം ഒഴിവാക്കി പോകലാണ് വേറെ നാട്ടിലേക്ക്, അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുവാൻ വേണ്ടി, ദീനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി. ആ ഹിജ്റ പോലും ആരാണോ അള്ളാഹുവിലേക്ക് ഹിജ്റ ചെയ്തിട്ടുള്ളത്, അവന്റെ റസൂലിലേക്ക് ഹിജ്റ ചെയ്തിട്ടുള്ളത്,
ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിന്റെ റസൂലിലേക്കാണ്. വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, ഇനി ആരെങ്കിലും ഹിജ്റ പോയിട്ടുള്ളത് ദുനിയാവിന്റെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ദുനിയാവ് കിട്ടാൻ, ദുനിയാവിൽ എന്തെങ്കിലും സുഖസൗകര്യം പോകുന്ന നാട്ടിൽ ഈ വിട്ടുപോകുന്ന നാട്ടിലേക്കാൾ കൂടുതൽ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ, പോകുന്ന നാട്ടിൽ നല്ല സ്ത്രീകൾ ഉണ്ടാവും, ഏതെങ്കിലും ഒന്നിനെ വിവാഹം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ എന്തിനു വേണ്ടിയാണ് അവൻ പോയത് അതിനുള്ളത് അതേ അവന് കിട്ടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഇസ്ലാമിന്റെ രണ്ടടിസ്ഥാനം പഠിപ്പിക്കുന്ന ഹദീസുകളിൽ ഒന്നിതാണ്. ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന വിഷയത ഇഖ്ലാസ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, ഒന്നും കലരാൻ പാടില്ല. കലർന്നു പോയോ അല്ലാഹു സ്വീകരിക്കില്ല. തറക്തുഹു വശിർക്കഹ്, അവനെയും അവൻ പങ്കു ചേർക്കുന്നതിനെയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ട. ആർക്ക് വേണ്ടിയാണ് നീ ചെയ്തത് അവരോട് ചോദിച്ചോന്ന് അള്ളാഹു പറയും. മാത്രമല്ല അതിൽ അള്ളാഹുവിന്റെ ശിക്ഷയും ഉണ്ടാകും. ശിർക്കുൻ അക്ബറാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നരകത്തിൽ അവൻ ശാശ്വതവാസിയായിരിക്കും. എന്താണ് അള്ളാഹു ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹി അൽജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആര് അള്ളാഹുവിൽ പങ്കു ചേർത്തോ അവന് സ്വർഗം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ആ അക്രമികളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല, അവിടെ ആയിരിക്കും അവന്റെ സ്ഥാനം. ഇനി ചെറിയ ശിർക്കാണ് സംഭവിച്ചതെങ്കിലോ, വലിയ ശിർക്കാണെങ്കിൽ എല്ലാ അമലും പൊളിയും, അവൻ നരകത്തിൽ ശാശ്വതവാസിയായിരിക്കും. ചെറിയ ശിർക്ക് ലോകമാന്യത ആളുകളെ കാണിക്കാനോ റിയാഇനോ സുംഅത്തിനോ ആളുകൾ കേൾപ്പിക്കാനോ വേണ്ടിയാണെങ്കിലോ ആ അമൽ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള മൂന്നാളുകൾ, നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്ന മൂന്നാളുകൾ: ഒരു ആലിം, ഒരു മുജാഹിദ്, ഒരു ഗനി, ഒരു പണക്കാരൻ, നന്നായി ദാനം ചെയ്ത ഒരാൾ. ചെയ്തത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ആലിം, അയാൾ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അയാൾ വലിയ ആലിമാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരാൾ, അയാൾ ധീരനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് അയാൾ ചെയ്തത്. അതൊക്കെ ദുനിയാവിൽ കിട്ടി. പരലോകത്ത് അല്ലാഹു നരകത്തിലേക്ക് വിളിച്ചെറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ അടിസ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ആ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ഹദീസാണിത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ഇതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് കള്ളപ്പെട്ടിരിക്കുന്നു, അത് സ്വീകരിക്കില്ല, അതിന്റെ സ്ഥാനം അവറ്റുകൊട്ടേണ്ടത് ഇസ്ലാമിൽ സ്ഥാനമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഈ രണ്ടടിസ്ഥാനങ്ങളും പാലിച്ചാലല്ലാതെ ഒരു ഇബാദത്താവുകയില്ല. അല്ലാഹു ആ നിലക്ക് അവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയൊരു തൗഫീഖാണത്. ഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നു, ഫബിഹാദൈനി അൽഅംറൈനി തകൂനു ഇബാദ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇബാദത്ത് ഉണ്ടാകുന്നത്. وذكر الاستعانة بعد العبادة مع دخولها فيها لاحتياج العبد في جميع عباداته إلى الاستعانة بالله تعالى. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതാണ് ഇസ്തിആനത്ത് എന്നിരിക്കലും. അല്ലാഹു ഇസ്തിആനത്തിനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? ലിഹ്തിയാജ് അൽഅബ്ദി ഫീ ജമീഇ ഇബാദാതിഹി ഇല അൽ-ഇസ്തിആനത്തി ബില്ലാഹി തആല. ഏത് ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണം. അവനോട് ഇസ്തിആനത്തില്ലാതെ ഒരു ഇബാദത്തും നടക്കുകയില്ല. ഇസ്തിആനത്തിലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ. فإنه إن لم يعنه الله لم يحصل له ما يريده من فعل الأوامر واجتناب النواهي. അള്ളാഹു അവനെ സഹായിച്ചില്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ അവന് സാധിക്കില്ല. അള്ളാഹു നിരോധിച്ചത് വെടിയാനും അവന് സാധിക്കില്ല. അള്ളാഹിന്റെ തൗഫീഖ് വേണം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ وعلى والدي وأن أعمل صالحا ترضى وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാൻ നീ എനിക്ക് സഹായം നൽകണം, തൗഫീഖ് ചെയ്യണേന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണത്.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ല ആളുകളാക്കി ഞങ്ങളെ മാറ്റി തീർക്കാൻ. വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനായ ഇസ്മായിലിനെ കൂട്ടി പ്രാർത്ഥിച്ചതാണ്. വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലാഹുവേ, നീ ഞങ്ങളെ രണ്ട് മുസ്ലിമീങ്ങളാക്കണേ, ഞങ്ങളുടെ സന്താന പരമ്പരയിലും മുസ്ലിങ്ങളായ ഒരു ഉമ്മത്തിനെ നീ കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖ് അതിന് വേണം. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹു തആല വളരെ ചുരുങ്ങിയ നിലയിൽ ഈ ആയത്തിന് എന്നാൽ വളരെ ആശയസമ്പുഷ്ടമായ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റ് ചില ഭാഗങ്ങൾ, വിശദമായ ചില ഭാഗങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. വഹാദാ കമാ ഖാല ബഅ്ദു സലഫ്. ആദ്യം അദ്ദേഹം ഈ ആയത്തിന്റെ, ഞാൻ നേരത്തെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ വിശദീകരിച്ചത് വായിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നു, വദ്ദീനു യർജിഉ കുല്ലുഹു ഇലാ ഹദൈനിൽ മഅനൈൻ. വദ്ദീനു യർജിഉ കുല്ലുഹു ഇലാ ഹദൈനിൽ മഅനൈൻ. അല്ലാഹുവിന് മാത്രം ഇബാദത്ത്, അല്ലാഹുവിന് മാത്രം ഇസ്തിആനത്ത് എന്ന ഈ കാര്യത്തിലേക്കാണ് ദീൻ മുഴുവൻ മടങ്ങിപ്പോകുന്നത്. ദീൻ മുഴുവൻ ഇതിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. വഹാദാ കമാ ഖാല ബഅ്ദു സലഫ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അൽ ഫാത്തിഹതു സിർറുൽ ഖുർആൻ വസിർറുഹാ ഹാദിഹിൽ കലിമ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അൽ ഫാത്തിഹ, ഫാത്തിഹയാണ് സിർറുൽ ഖുർആൻ, ഖുർആനിന്റെ രഹസ്യം ഈ സൂറത്താണ്. വസിർറുഹാ ഹാദിഹിൽ കലിമ, ഫാത്തിഹയുടെ രഹസ്യം ഏതാണ്? ഈ ആയത്താണ്. ഏതായത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ് ഈ ആയത്തിനുള്ളത്. فالأول تبرؤ من الشرك والثاني تبرؤ من الحول والقوة. ആദ്യം പറഞ്ഞ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ശിർക്കിൽ നിന്നുള്ള തബറുആണ്, ശിർക്കിൽ നിന്നുള്ള ബന്ധം പിരിയലാണ്, ശിർക്കുമായി ഒരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനമാണ്. വസാനി തബറഉ മിനൽ ഹൗലി വൽ ഖുവ്വ, സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും ഒക്കെയുള്ള അമിതമായ ആത്മവിശ്വാസം, ഞാൻ എന്ന ആ തരത്തിലുള്ള എല്ലാ ചിന്തയിൽ നിന്നുമുള്ള ഒഴിവാകലാണ് വയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അല്ലാഹുവിലേക്ക് പൂർണ്ണമായി കീഴൊതുങ്ങലാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഈ ഒരു ആശയം മറ്റ് ആയത്തുകളിലും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഏതുപോലെ? സൂറത്ത് ഹൂദിലെ 123-ാമത്തെ ആയത്ത് പോലെ, അഅ്ബുദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഇബാദത്തും തവക്കുലും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകളിലും ഏകദേശം ഇതേ അർത്ഥമാണുള്ളത്. ഫഅ്ബുദുഹു, നീ അവനെ മാത്രം ആരാധിക്കുക. വതവക്കൽ അലൈഹി, അവനിൽ മാത്രം നീ തവക്കുലാക്കുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ റബ്ബ് അശ്രദ്ധനല്ല. സൂറത്തുൽ മുൽക്കിലെ 29-ാമത്തെ ആയത്ത്, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ, റഹ്മാനായ അവനിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്, അവനിലാണ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുള്ളത്, അവനിൽ മാത്രം എന്ന് പറഞ്ഞതുപോലെ. സൂറത്തുൽ മുസ്സമ്മിലിലെ 9-ാമത്തെ ആയത്ത് പോലെ, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും റബ്ബ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കരാനില്ല, ഇലാഹില്ല. ഫത്തഖിദ്ഹു വകീല, നിനക്കിന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവനായി അവനെ നീ സ്വീകരിക്കുക, അവന്റെ മേൽ മാത്രം, അവന് മേൽ മാത്രം ഭരമേൽപ്പിക്കുക. വകദാലിക ഹാദിഹിൽ ആയത്തുൽ കരീമ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, വതഹവ്വുലുൽ കലാമി മിനൽ ഗൈബ ഇലൽ മുവാജഹ ബികാഫിൽ ഖിതാബ് വഹുവ മുനാസബ. ഇതുവരെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന് ആകുന്നു എല്ലാ സ്തുതിയും, സർവ്വലോകരക്ഷിതാവായ അവൻ റഹ്മാനാണ്, റഹീമാൻ, അവൻ മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല നാളിൽ ഉടമസ്ഥനാണ് എന്ന് അവൻ എന്ന് അള്ളാഹു മുന്നിലില്ലാത്തതുപോലെ ഗൈബിയായ നിലയിൽ പറയുന്നത് പോലെയാണ് ഇതുവരെ പറഞ്ഞത്. ഈ ആയത്തിൽ എന്ത് പറയുന്നു? ഇയ്യാക, നിന്നോട്,
അവനെന്ന് പറഞ്ഞെടുത്ത് മാറി പിന്നെന്ത് പറയുന്നു? നിന്നോട്, നിന്നെ മാത്രം നിങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്ന് പറയുന്നു. തഹവ്വുലുൽ കലാം, ഈ സംസാരത്തിന്റെ ശൈലി മാറുകയാണ്. മിനൽ ഗൈബ ഇലൽ മുവാജഹ, നേരിട്ട് കാണുന്നത് പോലെ ആയി മാറുകയാണ് കാണാത്ത അവസ്ഥയിൽ നിന്ന്. ബികാസിൽ ഖിതാബ്, സംസാരിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാഫ് കൊണ്ട്, നീ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാഫ് കൊണ്ട്. വഹുവ മുനാസബ ലിഅന്നഹു ലമ്മാ അസ്ന അല അല്ലാഹ് ഫകഅന്നഹു ഖറബ വഹദറ ബൈന യദൈ അല്ലാഹി തആല. ഈ ഇതിന്റെ അർത്ഥം ഏതുപോലെയുണ്ട്? അല്ലാഹുവിനെ അവൻ പുകഴ്ത്തിയപ്പോൾ, അല്ലാഹുവിനെ അവൻ വാഴ്ത്തിയപ്പോൾ, അല്ലാഹു പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ ഹമിദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അസ്ന അലൈഹി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്നൊക്കെ അല്ലാഹുവിന് ഹംദും സനാഉം തംജീദും ഒക്കെ നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ എത്തിയതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ യനാദി റബ്ബഹു, ഒരടിമ നമസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിലാണ്, അള്ളാഹുവുമായി സംഭാഷണത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഏവരും അള്ളാഹുവിനോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കൊള്ളട്ടെ. എന്തെങ്കിലും എവിടെയെങ്കിലും ശ്രദ്ധിച്ച് പറയാൻ പാടില്ല, ശ്രദ്ധയോടുകൂടി പറയണം. ഫലിഹാദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുത്തതുപോലെ, അള്ളാഹുവിനെ മുന്നിലെത്തിയതുപോലെ ഈ ആയത്തിൽ ഇയ്യാക എന്ന് അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യുന്നു. അത് അള്ളാഹുവിന്റെ സനാഇന് ശേഷം സംഭവിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ആയത്ത് പറഞ്ഞാലാണ് അള്ളാഹു പറയുക ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ. മുസ്ലിമിന്റെ റിവായത്തിൽ അങ്ങനെയാണുള്ളത്. ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എന്താണോ അത് കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞാലാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ചോദിക്കുക. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم مات على ذلك إلا دخل الجنة. ഒരടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് അതിലായിക്കൊണ്ട് ആ തൗഹീദിലായിക്കൊണ്ട് മരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ. അങ്ങനെ പറഞ്ഞ ആരുണ്ടോ, അതിലായി മരിച്ചാരുണ്ടോ, അവൻ സ്വർഗത്തിനാണ് ഉറപ്പാണ്. ഇത് കേട്ടപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ്, അല്ലാഹുവിന്റെ റസൂലെ, അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ കട്ടിട്ടുണ്ടെങ്കിലോ, കള്ളനാണെങ്കിലോ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ്, അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും കത്തിട്ടുണ്ടെങ്കിലും ശരി. ഖുൽതു, സഹാബി പറയുന്നു, ഞാൻ വീണ്ടും ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ്, നബി അയാൾ മോഷ്ടിച്ചാലോ, അയാൾ വ്യഭിചരിച്ചാലോ, എന്നാലും അവൻ സ്വർഗത്തിലാണെന്നാണോ പറയുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ്, അവൻ വ്യഭിചരിച്ചാലും കത്താലും ശരി. സഹാബി പറഞ്ഞു, ഞാൻ വീണ്ടും ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ്, നബി അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ് അലാ റഗ്മി അൻഫി അബീ ദർ. ഈ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഇങ്ങനെ, അയാള് കട്ടിട്ടുണ്ടെങ്കിലും ശരി, അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും ശരി, അബൂദറിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആര് അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. സൂറത്ത് നിസാഇ 116 ആഴ്ച. അതിന് താഴെയുള്ളത് അവരുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അവൻ നഷ്ടമായും വഴിവെച്ചു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി ചോദിച്ചപ്പോ വൻ പാപങ്ങളാണ് വ്യഭിചാരവും മോഷണവും.
വ്യഭിചാരത്തെയും മോഷണത്തെയും ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളെയും ചെറുതാക്കി കാണലല്ല ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിൽ തന്നെ അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചു. കാരണം വ്യഭിചാരവും മോഷണവും വൻ പാപങ്ങളാണ്. അതുകൊണ്ടാണ് അബൂദർ റളിയല്ലാഹു വീണ്ടും കൊണ്ട് ചോദിച്ചത്. അബൂദറിന്റെ ചോദ്യത്തിൽ നമുക്ക് പാഠമുണ്ട്. 3-4 പ്രാവശ്യം സഹാബി ചോദിച്ചതുകൊണ്ടാണ് കബായിറായതുകൊണ്ടാണ്, വൻപാപങ്ങളായതുകൊണ്ടാണ്, അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. പക്ഷെ അതുപോലും ചെറുത്തിനോളം ഒരിക്കലും വരികയില്ല. വ്യഭിചരിച്ചൊരാൾ അയാൾ മുസ്ലിം അല്ലാതെ പറയാൻ പാടില്ല, അയാൾ മുസ്ലിമാണ്. മോഷ്ടിച്ചൊരാൾ അയാൾ കാഫറാന്ന് പറയാൻ പറ്റില്ല, അയാൾ മുസ്ലിമാണ്. മാലം യസ്തഹിൽ, അത് അനുവദനീയമാണെന്ന് പറയുന്നത് വരെ. മനസ്സിലല്ലോ, ഹറാം ഹലാലാക്ക, ഹലാൽ ഹറാമാക്കുക എന്നുള്ളത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തൗഹീദിന്റെ പ്രാധാന്യമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു റിദ്ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ യുഖാലു ലഹു ഉസൈർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഉസൈർ എന്നാണ് ആ കഴുതയുടെ പേര്. സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട്, കഴുത എന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെട്ടൊരു ജീവിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ലുഖ്മാനിൽ, ലുഖ്മാനിന്റെ നാവിലൂടെ എന്താണ്, ഫഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതി ഇന്ന അൻകറ അൽ-അസ്വാതി ലസൗതുൽ ഹമീർ. ഫഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക, അഹങ്കരിച്ച് നടക്കരുത്. വഗ്ദുദ് മിൻ സൗതി, നിന്റെ ശബ്ദം നീ താഴ്ത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി നിങ്ങളെപ്പോലെ അങ്ങാടികളിൽ ഒറ്റയിട്ട് നടക്കുന്ന ആളായിരുന്നില്ല. മിതമായി സംസാരിക്കുക, സത്യത്തിലല്ലാതെ സാധാരണ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, ആവശ്യമായ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവമേൽപ്പെട്ടൊരു സ്വഭാവമാണ്. ഇന്ന അൻകറ അൽ-അസ്വാതി ലസൗതുൽ ഹമീർ. ഇന്ന അൻകറ അൽ-അസ്വാതി ലസൗതുൽ ഹമീർ. ഏറ്റവും ശബ്ദങ്ങളിൽ വെറുക്കപ്പെട്ട ശബ്ദമാണ് ആരുടെ ശബ്ദം? കഴുതയുടെ ശബ്ദം. ആ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, കഴുത എന്ന് പറയുന്നത് ആളുകൾക്ക് വെറുപ്പുള്ള, ആളുകൾ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയാണ്. അതിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളെ കൂടി ആളുകൾ നിസ്സാരന്മാരായി കണ്ടിരുന്നു. എന്നിട്ട് അവിടെ ഉലമാക്കൾ പ്രത്യേകം വിശദീകരിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി തവണ കഴുതപ്പുറത്ത് യാത്ര ചെയ്തത് ഹദീസുകളിൽ കാണാം. അത് അവിടുത്തെ വിനയം കൊണ്ടാണ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ഹദീസ് പറയുമ്പോൾ അത് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ, മറ്റൊന്ന് റസൂലുള്ള വേറെ ആളെ കയറ്റും കൂടി ചെയ്യും അതിന്റെ പുറത്ത്. നബിയുടെ കൂടെ ചെറിയ സഹാബിമാരെ പോലും, സഹാബിമാരുടെ കൂട്ടത്തിൽ വലിയ പണക്കാരോ ഒന്നല്ലാത്ത ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുത്തി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോൾ നബി താഴെയും സഹാബി വാഹനത്തിന്റെ പുറത്തും അങ്ങനെ വരെ ഉണ്ടാകാറുണ്ട്. ഫഖാൽ, അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി പറഞ്ഞു, യാ മുആദ്, മുആദ് നിനക്കറിയുമോ? ഹൽ തദ്രി, യാ മുആദ് ഹൽ തദ്രി, മുആദ് നിനക്കറിയുമോ? ഹഖ്ഖല്ലാഹി അലാ ഇബാദി, ഹഖ്ഖല്ലാഹി അലാ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലാ അല്ലാഹ്. ഹക്ക് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് മലയാളത്തിൽ. സത്യം എന്നർത്ഥത്തിന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നേരെ വിപരീതമായ രണ്ടർത്ഥങ്ങൾ വരാറുണ്ട്. അവകാശം, പിന്നെ അവകാശത്തിന്റെ വിപരീതം എന്താ? ബാധ്യത അല്ലെ? അവകാശത്തിന്റെ വിപരീതം കടമ, ബാധ്യത എന്നൊക്കെയാണ്. ചില വാക്കുകളുണ്ട് അങ്ങനെ അറബിയിൽ. മൗല, മൗല എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനും പറയും, ജോലിക്കാരനും പറയും. അടിമക്ക് ഉടമക്കും പറയും, മൗല എന്ന് പ്രയോഗിക്കും. അങ്ങനെ ചില വാക്കുകൾ കാണാം രണ്ടർത്ഥത്തിൽ, നേരെ വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ഹക്കുൻ അല എന്ന് വെച്ച് ആരെയാണോ പറയുന്നത്? ഹക്കുൻ ആല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദിന്റെ ബാധ്യതയാണ്. അതേസമയം ഹക്കു മുഹമ്മദ് എന്ന് പറഞ്ഞാലോ മുഹമ്മദിന്റെ അവകാശം എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് മുആദിനോട്, മുആദ് നിനക്കറിയുമോ ഹഖ്ഖല്ലാഹി അലാ ഇബാദി,
ഹഖ്ഖല്ലാഹി അലാ ഇബാദി, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്നറിയുമോ? അപ്പൊ നേരെ തിരിച്ചുണ്ടാവും. അള്ളാഹുവിന് അടിമകളിൽ നിന്ന് കിട്ടാനുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന് അവന്റെ പടപ്പുകളോടുള്ള ബാധ്യത എന്താണ്? അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തതാണ്. അള്ളാഹുവിനെ ആരും നിർബന്ധിച്ചതല്ല. ഖുൽതു, മുആദ് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും പിന്നെ അള്ളാഹുവിന്റെ റസൂലിനുമാണ് നന്നായി അറിയുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്? അവനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. وحق العباد على الله ألا يعذب من لا يشرك به شيئا, അള്ളാഹുവിനെ അവന്റെ പടപ്പുകളോട് അവൻ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ളത് എന്താണ്? അല്ലാ യുഅദ്ദിബ്, അവൻ ശിക്ഷിക്കുകയില്ല എന്നാണ്. ആരെ? മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അവനിൽ പങ്കു ചേർക്കാതെ ജീവിച്ചു മരിച്ച ആളുകളെ അവൻ ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ഫഖുൽതു, മുആദ് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അഫലാ ഉബശ്ശിറു ബിഹിന്നാസ്, ഞാൻ ജനങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും, ഈ പദ അറിയിക്കരുത്. ഫയസ്തഖിലു, അവരതിൽ ഇത്തിക്കാലെടുക്കും. തവക്കുലല്ല, പിന്നെന്താ? ഇത്തിക്കാൽ. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്നാണ്. ഇത്തിക്കാൽ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൽ തവക്കുലാക്കി ഇത് പണിയെടുക്കാതിരിക്കുക, അതിനാണ് ഇത്തിക്കാൽ എന്ന് പറയുന്നത്. തവക്കുലും ഇത്തിക്കാലും രണ്ടും വ്യത്യാസം. അതവർ ചെയ്തേക്കും, അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ മുആദ് റളിയല്ലാഹു അൻഹു നമുക്കിത് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ മുആദ് മനസ്സിലാക്കേണ്ട, ഒരിക്കലും പറയരുത് എന്നല്ല, മനസ്സിലായത് പറയേണ്ട സന്ദർഭത്തിലും സാഹചര്യത്തിലും അത് പറയണം. ഞാൻ കൂടുതൽ ആ വിഷയം വിശദീകരിക്കുന്നില്ല, അങ്ങനെ അത് പറയണ്ട. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീർഘമായ ഹദീസാണ്, അതിന്റെ അവസാന ഭാഗം ഞാൻ വായിക്കാം. യാ ഇബ്ന ആദം, ലൗ ബലഗത് ദുനൂബുക അനാന السماء ثم استغفرتني غفرت لك ولا أبالي, ആദമിന്റെ പുത്ര, നീ പാപങ്ങൾ ചെയ്യുകയും നിന്റെ പാപങ്ങൾ ആകാശത്തിന്റെ ഉച്ചിയിലെത്തുകയും അത്രത്തോളം നീ പാപങ്ങൾ ചെയ്യുകയും പക്ഷേ നീ എന്നോട് പാപമോചനം തേടുകയും ചെയ്താൽ ഞാനത് കാര്യമാക്കുകയില്ല, ഞാനത് കുറിച്ചു തരും. യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖഫായ, ആദമിന്റെ പുത്ര, മനുഷ്യ, നീ ഭൂമി നിറയെ പാപങ്ങളുമായി വരികയും ثم لقيتني لا تشرك بي شيئا, പക്ഷേ എന്നിൽ പങ്കു ചേർക്കാത്ത നിലയിൽ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അല്ലാഹു അത് കൊടുത്തു തരും. ഈ തരത്തിലുള്ള ഹദീസുകളൊന്നും തന്നെ ഒരിക്കലും പാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസല്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസാണ്. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും കാരുണ്യവും മനസ്സിലാക്കാനുള്ള ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഹറാമാക്കിയിരിക്കുന്നു ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ വജി ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അവന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അസ്കുറുക വഅദ്ഉ ബിഹി, അല്ലാഹു എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരൂ, ഞാൻ അതുകൊണ്ട് നിനക്ക് ദിക്ർ ചെയ്യാം, അതുപോലെ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഖാല, അല്ലാഹു പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ എന്ത് പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലാഹു നിന്റെ അടിമകൾ എല്ലാവരും ഇത് പറയുന്നുണ്ടല്ലോ, നിന്റെ അടിമകളിൽ ഇത് മനസ്സിലാക്കിയ എല്ലാവരും ഒരുപാട് മുസാനത് എന്തെങ്കിലും പുതിയത് പഠിപ്പിച്ചാരെന്നാണ് ചോദിച്ചത്. അല്ലാഹു സുപരിചിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് പഠിപ്പിച്ചത്. ഖാല, അല്ലാഹു പറഞ്ഞു, യാ മൂസ ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. وموسى لو أن السماوات السبع, 7 ആകാശങ്ങളും വആമിറഹുന്ന ഗൈരി, ഞാനല്ലാത്ത ഈ ആകാശങ്ങളിൽ താമസിക്കുന്ന മറ്റെല്ലാവരെയും, വൽ അർദീന സബഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഭൂമികൾ 7 ഭൂമികൾ തീക്കിത്തത്തിൽ 7 ആകാശങ്ങളും അതിലുള്ള ആളുകളും 7 ഭൂമികളും ഒക്കെ ഒരു ഭാഗത്തും ഒരു തുലാസിന്റെ ഒരു ഭാഗത്തും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിസ്സത്തിൽ അടുത്ത ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയും ചെയ്താൽ മാനത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെല്ലാം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണുപോകും. ഏതിനായിരിക്കും ഭാരം കൂടുതൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്. അതാണ് ഏറ്റവും വലിയ സത്യം, എന്നാൽ ഏറ്റവും ലളിതമായ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ നബിമാരെയും അവരുടെ ഖൗമുകളിലേക്ക് അയച്ചിട്ടുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, തീർച്ചയായും എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചു. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, എന്തിനു വേണ്ടി? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, താഗൂത്തിനെ വെടിയുവാൻ. അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതെല്ലാം താഗൂത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഗൂത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയല്ലാത്ത വിധികൾ അത് വിധിക്കുന്നത് അത് താഗൂത്തിന്റെ വിധിയാണ്. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ കിതാബും ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചാണ് വിധി കൽപ്പിക്കുന്നത്. അതല്ലാത്ത വിധിയും താഗൂത്താണ്. അത് ഒഴിവാക്കാനും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനും പറഞ്ഞുകൊണ്ടാണ് എല്ലാ നബിമാരെയും അയച്ചിട്ടുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് പ്രവാചകരെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മുആദിനെ, നേരത്തെ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, നീ പോകുന്നത് ആദരത്തേക്കാണ്, വേദക്കാരായ ഒരു ഖൗമിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഫദഉഹും ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അവരാദ്യം ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതിലേക്കാണ്. ഫഇൻഹും അതാഉക ലിദാലിക, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ ഫഅലിംഹും അന്നല്ലാഹ അഫ്റദ അലൈഹിം ഖംസ സ്വലവാത്ത്, അതവർ അംഗീകരിച്ചാൽ, അതിൽ നിന്ന് അവർ അനുസരിച്ചാൽ നീ അവരോട് പറയുക എന്ത്? 5 നേരത്തെ നമസ്കാരമുണ്ട് എന്ന്. അതല്ലാതെ തൗഹീദില്ലാത്ത ആളുകളോട് നിസ്കരിക്കാൻ മറ്റു കാര്യമുണ്ടോ? ഇല്ല. തൗഹീദില്ലാത്ത ആളുകളോട് വേറെ എന്തെങ്കിലും ഇസ്ലാമിന്റെ നന്മ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? യാതൊരു കാര്യവും. തൗഹീദ് അവർ സ്വീകരിക്കണം. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. അല്ലാഹു നിനക്ക് വഹീ നൽകിയിരിക്കുന്നു, നീ അല്ലാഹുവിൽ പങ്കുചേർത്താൽ നിന്റെ അമലുകൾ മുഴുവൻ ഒഴിഞ്ഞുപോകും. നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന്. ശിർക്കിന്റെ ഓരോ ഇനങ്ങളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിലൊന്നും പെട്ടുപോകാതെ നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായിട്ട് ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ട് അത് അവസാനത്തെ വാക്കായി പറഞ്ഞു മരിക്കാനും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.